അപ്പോൾ അങ്ങനെ ബാല എലിസബത്ത് ലൂപ്പിൽ അടുത്ത വീഡിയോ എലിസബത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എലിസബത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. ഓക്കെ, ആൻഡ് ഒരുപാട് പേര്, ഇപ്പോൾ എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഫൈൻ, റിയാക്ഷൻ ചാനലുകൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഇതൊരു വേറെ ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ അതൊരു വേറൊരു രീതിയിലേക്ക് എടുത്തോ എന്നുള്ളൊരു സംശയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാരണം കുറേ ചാനലുകളുടെ തമ്മിൽ കാണുമ്പോഴും അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും ഓൾറെഡി എലിസബത്ത് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സംശയം പോലെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് മിഷേൽ ഷാജി കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി, ഒരു ഇൻസിഡൻറ്റ്. പക്ഷേ അതെല്ലാവരും പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആക്ടർ ബാല എന്ന് പറഞ്ഞുള്ള വ്യക്തിക്ക് എന്തോ ഒരു ഭയങ്കര ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഞാൻ ഈ ടോപ്പിക്കിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം മിഷേൽ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഒരിക്കലും വഴിതെറ്റി പോകാൻ പാടില്ല. ഫൈൻ. ഇപ്പം ഈ എലിസബത്ത് ഉദയൻ ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചു, അല്ലെങ്കിൽ അവരുടെ ഒരു സംശയം പറഞ്ഞു. അവർ ഈ പറഞ്ഞ ബാലയുടെ അടുത്ത് വന്നു പോകുന്ന അല്ലെങ്കിൽ ബാലയുടെ അടുത്ത് കോണ്ടാക്റ്റ് ഉള്ള ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഫൈൻ. എൻറ്റയർ മിഷേൽ ഷാജി എന്ന് പറഞ്ഞുള്ള ഒരു കേസിൻ്റെ കോൺടെസ്റ്റിനെ മാറ്റിത്തിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുറച്ച് സംസാരങ്ങളൊക്കെ ഞാൻ കേട്ടത്. ഒരിക്കലും അത് അങ്ങനെ ആവരുത്. ഓക്കെ, ആനന്ദ് ശ്രീത് ബാല എന്ന് പറഞ്ഞുള്ള സിനിമ ഇപ്പോൾ മിഷേൽ ഷാജി ഈ ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് റിലീസായിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് ഒരുപാട് പേരൊന്നുമില്ല, അവരുടെ വീട്ടുകാർ, മിഷേൽ ഷാജിയുടെ വീട്ടുകാരെ, എസ്പെഷ്യലി അച്ഛൻ, അമ്മ, റിലേറ്റീവ്സ്, ഇവരുടെ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട്, പോലീസ് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ അവർ പാരലലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ ഇവരുടെ ഒരു സംശയം, ഓക്കെ, എലിസബത്തിൻ്റെ ഒരു സംശയം വന്ന് പറയുന്ന സമയത്ത് ആ സംശയം അത് സംശയമാണ്, അതൊരു പ്രോപ്പറായിട്ട് ആ വ്യക്തിക്ക് അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നല്ല. ഒരിക്കലും ഇത് തിരിച്ചു വിടുന്നത് നന്നല്ല, അത് നല്ല കാര്യമല്ല. സംശയമാണെങ്കിൽ സംശയമായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, ആൻഡ് ആ വ്യക്തി, അതായത് ഏതൊരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് എലിസബത്ത് പറയുന്നത്, ആ വ്യക്തി ബാലയായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരാളെന്നേ പറയുന്നുള്ളൂ. ഫൈൻ. സോ ഇത് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ, ഇത് കറക്റ്റ് കീറി മുറിച്ച് നോക്കാതെ കേട്ട പാടെ ബാലയ്ക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞ് വരുമ്പോൾ ആ ഒരു കേസ് ഉണ്ടല്ലോ, മിഷേൽ ഷാജി കേസിനോട് നിങ്ങൾ ഇൻജസ്റ്റിസ് ചെയ്യുന്ന പോലെയാണ്. സോ പ്ലീസ് ആ ഒരു സാധനം മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അത് എനിക്ക് അത്ര റൈറ്റായിട്ട് തോന്നിയില്ല എന്നേ പറയാനുള്ളൂ. ഇതാണെങ്കിൽ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്ലേ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഫൈൻഡിങ്സും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും ഞാൻ സംസാരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ്. എനിക്ക് കുറേ സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല, പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാങ്ങുകൾ, ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ്, അത് എൻ്റെ ഗസ്സുകളാണ്. ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല, ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് 7 വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും. അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടു. പക്ഷെ ഒരു 11 മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഇവരുടെ പാരൻസ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച, അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു ഷോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം. അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്. അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്, എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതാണ് എലിസബത്ത് ഫസ്റ്റ് പാർട്ടിൽ ഈ ടോപ്പിക്കിൽ ഈ ഒരു മിഷേൽ ഷാജി എന്ന് പറഞ്ഞുള്ള കേസിനെ കുറിച്ച് പറഞ്ഞതിൽ ഫസ്റ്റ് പറഞ്ഞൊരു പോർഷൻ. ഓക്കെ, ഇതിൽ ഇവർ പറയുന്നത് ശ്രീകണ്ഠൻ നായരുടെ ആ ഷോയിൽ വന്നിട്ട് ഇവർ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഓക്കെ, കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എഗെയിൻ ആ ഷോ റീവിസിറ്റ് ചെയ്തു. 1 മണിക്കൂറിൽ കൂടുതൽ ഉള്ള ഒരു 1.5 മണിക്കൂർ അടുപ്പിച്ചിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പോൾ അതിനകത്ത് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്തൊരു ഡോക്ടർ ലേഡിയെ കുറിച്ച് പറയുന്നുണ്ട്. ഫൈൻ.
പിന്നെ പറയുന്നത് CI അനന്തലാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസ് ഓഫീസറെ കുറിച്ചിട്ടും പിന്നെ ഒരു ACPനെ കുറിച്ചിട്ടുമാണ് ഇതിൽ കൃത്യമായിട്ട് അച്ഛനും അമ്മയും പറഞ്ഞു വെക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഫൈൻ, ഞാൻ നോക്കുമ്പോൾ പലരും വീഡിയോ ചെയ്തതും വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ മരണത്തിന് കാരണക്കാരായ അല്ലെങ്കിൽ മരണം സംഭവിക്കാനിടയായ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളഞ്ഞതോ ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിക്കൊക്കെ ഇത് മാറിപ്പോകുന്നുണ്ട്. നോ, എൻ്റെ കാൽക്കുലേഷനിൽ ഞാൻ നോ എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു കാൽക്കുലേഷനിലാണ് കേട്ടോ ഞാൻ നോ പറയുന്നത്. ഓക്കെ, ഇത് എത്ര പേർക്ക് ആക്സെപ്റ്റബിൾ ആവുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ആക്ടർ ബാല എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് കണക്ഷനിലുള്ളതോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റിലുള്ളതോ ഈ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ദിസ് ഡോക്ടർ, മെയിൻലി പോലീസ് ഓഫീസേഴ്സ്, ഇവരാവാനേ ചാൻസ് ഉള്ളൂ. ഫൈൻ. ദ വെരി നെക്സ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോസ്പിറ്റലിനൊരു കാര്യം എലിസബത്ത് പറയുന്നുണ്ട്. സോ അതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ്, മോൻസൺ മാവുങ്കൽ കേസിന് റിലേറ്റ് ചെയ്തൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. നമ്മൾ കണ്ടാണ് മോൻസൺ മാവുങ്കൽക്കെതിരെ ഒരു പോക്സോ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളെ മേക്കപ്പ് മാൻ ആരോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വിക്ടിമിനെ കൊണ്ടുപോയ ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് അതിൽ ഇവർ റെഫർ ചെയ്യുന്ന ആ ഒരു വോയിസും കൂടി ഞാനിവിടെ എന്താണെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൽ 2 ഹോസ്പിറ്റലിൻ്റെ പേരാണ് മിഷേൽ ഷാജിയുടെ പാരൻസ് പറയുന്നത്. അതിൽ ഒന്ന് മിഷേൽ ഷാജിയുടെ ഫസ്റ്റ് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടിയിരുന്ന ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മിഷേൽ ഷാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഏറ്റവും വിഷയം. കാരണം മിഷേൽ ഷാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് വെള്ളം കുടിച്ചു മരിച്ചു, ഡ്രൗണിങ് ആണ് കാണിക്കുന്നത്. ബട്ട് മണിക്കൂറുകളോളം നേരം വെള്ളത്തിൽ കിടന്നൊരു ബോഡിയുടെ പോലെ അല്ല മിഷേൽ ഷാജിയുടെ ബോഡി ഉണ്ടായിരുന്നത് എന്നും ദേഹത്തുള്ള പാടുകൾ ഒരഞ്ഞുണ്ടായി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊടുത്തത്. പക്ഷേ പാരൻസിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് ആരോ കയറി അള്ളിപ്പിടിച്ച പോലത്തെ പാടുകളാണ് ദേഹത്തുണ്ടായിരുന്നതെന്നാണ്. സോ അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ഭയങ്കര എന്താ പറയുക, കള്ളത്തരം എഴുതി വെച്ചു എന്നുള്ളൊരു ഫീലിംഗ് അവരുടെ പാരൻസ് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ എലിസബത്ത് പറയുന്നതും ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് തന്നെയാണ്. ഫൈൻ, ഞാൻ ഫർദറായിട്ട് എലിസബത്തിൻ്റെ വോയിസ് തന്നെ പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്. അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു, ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല. ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സഡൻ ആയിട്ട് ഒരു കോൾ വന്നിട്ട് അവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നത്. അവർ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം തന്നെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ചേഞ്ചും ഡോക്ടറുടെ പേര് അവർ പറഞ്ഞില്ല, ലേഡി ഡോക്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ് ഇവിടെ എലിസബത്തും എത്തുന്നത്. ഫൈൻ, അത് നിങ്ങൾ ആ എൻറ്റയർ ഫ്ലവേഴ്സിലെ ആ ഒരു ഷോ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് കണക്റ്റ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞ പോലെ മിഷേൽ ഷാജിനെ കൊന്ന ആളുകൾ, ആ സാധനം വന്നു കഴിഞ്ഞാൽ ആ കേസിനെ ബാധിക്കും. ഓക്കെ, ആക്ടർ ബാല ഇറ്റ്സ് ഫൈൻ, അത് എലിസബത്ത് അങ്ങനെ പോട്ടെ. പക്ഷേ മിഷേൽ ഷാജി കേസിൽ ഒരു സംശയങ്ങൾ വരാൻ പാടില്ല. മിഷേൽ ഷാജി കേസിൽ വേറെ ഒന്നും കയറി പോരാൻ പാടില്ല. ഈവൻ അവരുടെ പാരൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു ഡൗട്ട്ഫുൾ സാധനം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് ഇങ്ങനെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സും ഫൈൻഡിങ്സും ഞാൻ പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട്. ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ്. കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് നറേറ്റ് ചെയ്തത് സെയിം സംഗതി. മിഷേൽ ഷാജിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരുന്ന ഹോസ്പിറ്റൽ, ഓക്കെ, ഇവർ റെഫർ ചെയ്യുന്നതും ദ സെയിം ഹോസ്പിറ്റൽ. ഫൈൻ. അപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സെക്കൻഡ് ഹോസ്പിറ്റലും ഇവരിപ്പോൾ ഈ പറഞ്ഞ മോൻസൺ മാവുങ്കൽ കേസിലുള്ള ഈ ഒരു റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലും ദ സെയിം എന്ന് പറയുമ്പോൾ, ഓക്കെ, എക്സാക്ട്ലി ദ സെയിം എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആയിരിക്കാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത് മിഷേൽ ഷാജിനെ. സോ ഇവർ ഈ പറയുന്ന മോൻസൺ മാവുങ്കൽ കേസിലെ ഈ പോസ്റ്റ്മോർട്ടം എലമെൻ്റ് ഉള്ള ഒരു സംഗതി കണക്റ്റ് ആവുന്നത് മിഷേൽ ഷാജി കേസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ്. സോ മോൻസൺ മാവുങ്കൽ കേസിൽ ആ വിക്ടിം
ആ വിക്ടിമിനൊരു മോശം അനുഭവം ഉണ്ടായത് ഇവിടെ വെച്ചായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫേം ആക്കിയിട്ട് അങ്ങോട്ട് ഇത് തന്നെ എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫൈൻ, ഇങ്ങനെയാണ് എൻ്റെ ഒരു തോട്ടിൽ ഞാൻ പറയുന്നത്. ഞാൻ എനിക്ക് ആ എൻറ്റയർ വീഡിയോ കണ്ട സമയത്ത് ആ ഫാദറൊക്കെ ഇതുതന്നെയാണ് അവിടെ ഹോസ്പിറ്റൽസിൻ്റെ കാര്യത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് പറയാം. ഫൈൻ, ബാക്കിയും കൂടി കാണാം. പറഞ്ഞല്ലോ, എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതിൽ പ്രതി ചേർക്കാം, അല്ലെങ്കിൽ സാക്ഷി ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കണ്ട കേസുകൾ, അതുപോലെ തന്നെ എനിക്ക് ശരിയല്ലാന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കണേ. അതിനു മുമ്പ് ഞാൻ തട്ടിപ്പോവെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മിഷേൽ ഷാജിയുടെ കേസ് എടുത്ത് തന്നെ എന്താണ് അതിന്റെ റിസൾട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിൽ ആ ഒരു കേസും കൂടി റെഫറൻസ് വെച്ചത് എൻ്റെ ഡൗട്ടാണ്. ഓക്കെ, എലിസബത്തിൻ്റെ ഡൗട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. എലിസബത്തിൻ്റെ ഡൗട്ട് ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് കേട്ട കുറച്ച് പേരുകൾ ബാല പറഞ്ഞു കേട്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആ പേര് കേട്ടിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ മിഷേൽ ഷാജി കേസിൽ അങ്ങനൊരു കൊലപാതകം നടത്തിയ ആളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ വ്യക്തികളോ ആയിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി ഞാൻ പറയുന്നു, ഒന്നില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ടൈമിൽ ഉണ്ടായിരുന്ന ആൾ. ഓക്കെ, എല്ലാം ഈ കൊച്ചി എറണാകുളം ഈ ബേസിൽ തന്നെയാണല്ലോ നടക്കുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ. ഫൈൻ, ഇതായിരിക്കും എലിസബത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഇനിയിപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവർ മാറ്റിവെച്ച കാര്യമായിട്ട് ബാലൊരു വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് ഈ ഡോണറെ കൊണ്ടുവന്നു, എലിസബത്ത് ഉണ്ടെങ്കിൽ ഞാൻ എന്തിന് ഡോണറെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ എലിസബത്ത് പറഞ്ഞൊരു ക്ലാരിറ്റി നമുക്ക് നോക്കാം. ബാലയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. പിന്നെ ആ ഡോണറിന്റെ കേസ്, എന്തിനു ഡോണർ വന്നു? എനിക്കും അത് തന്നെ ചോദിക്കാനുള്ളത്. എന്തിനാണ് ആ ഡോണർ വന്നത്? ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല? അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല? മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? പ്രേമിക്കുന്ന ടൈമിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന്. അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട്, ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നോട് അത് ഒരു സെർവൻ്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട്, ചേട്ടൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്, എൻ്റെ എ പോസിറ്റീവാണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു, നാണം കെട്ടു. ഞാൻ ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അത് ഈവൻ എൻ്റെ ഫോട്ടോ വീഡിയോ പുറത്തു വിടുക, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് മോശം പറയുക. എൻ്റെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ എൻ്റെ കയ്യിൽ. ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. നിന്നെ എന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു? അവിടുന്ന് ഇങ്ങോട്ടൊരു ചോദ്യം, ബാല എലിസബത്തിന്റെ ഒരു ചോദ്യം ഇട്ട് കൊടുക്കുകയാണ്, എന്തിനാണ് ഡോണർ എടുത്തു ലിവറിന്റെ കാര്യത്തിൽ, നീ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിലെന്തോ പ്രശ്നമില്ല, അവിടെ എന്തോ ഭീകരമായ കാര്യം സംഭവിച്ചു, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ എന്നാണ് ബാലയുടെ വേർഷൻ വീഡിയോ അകത്തുണ്ടായിരുന്നത്. ഇത് എലിസബത്ത് അതേ സാധനം തിരിച്ചിട്ട് കൊടുക്കുകയാണ്, ഞാൻ റെഡിയായിരുന്നു, പിന്നെ എന്തിന് ഡോണർ വന്നു? ഞാൻ മാത്രമല്ല, ഇതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ലേഡിയും നിങ്ങളോട് ഇതേപോലെ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൾട്ടിപ്പിൾ ആളുകളെ അപ്രോച്ച് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. ഐ ഡോണ്ട് നോ ബാല ഇനിയിപ്പോൾ ചോദിച്ചിട്ടുണ്ടോ, എലിസബത്ത് അതിന് കൊടുത്ത ഉത്തരം എന്താ? ഇതിനൊന്നും അവർ തമ്മിലുള്ള പേഴ്സണൽ ചാറ്റോ കാര്യങ്ങളോ അതൊന്നും അവർ വെക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ്സ് ഒന്നും പറയുന്നില്ല. എലിസബത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. ബാലി അപ്പുറത്ത്
ഏറെക്കുറെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, എന്നാൽ ഒരു മാന്യതയുടെ ലൈനിൽ കാണുന്നവർക്ക് ഒരു എന്താ പറയുക, ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ആ ഒരു ഫീല് കൊണ്ടുവന്നാൽ പിന്നെ കമൻറ്റ് ബോക്സിനകത്ത് കേൾക്കുമല്ലോ. അതുകൊണ്ട് അത് വെക്കാതെ എന്നാൽ വാക്കുകൾക്കിടയിൽ കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ബാലയുടെ വീഡിയോ എനിക്ക് പേഴ്സണലി അങ്ങനെ കേട്ടോ ഫീലായത്. എന്താണെങ്കിലും എലിസബത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ലെറ്റ്സ് സീ വരും ദിവസങ്ങളിൽ അവരെന്താ പറയുന്നത് എന്നുള്ളത്. പിന്നെ ഈ വീഡിയോനകത്ത് കുറേ കാര്യങ്ങൾ അങ്ങനെ അവർ ഫസ്റ്റ് 2 വീഡിയോസിൽ പറഞ്ഞ എൻ്റെ കുറച്ചൊരു എന്താ പറയുക എക്സ്പ്ലെയിൻഡ് വേർഷൻ തന്നെ പറഞ്ഞുള്ളൂ. 30 മിനിറ്റ് ഈ വീഡിയോ ഉള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞുള്ളൂ മെയിൻ കാര്യം ഈ മിഷേൽ ഷാജിയുടെ കേസും റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചത് ഞാൻ പല സ്ഥലങ്ങളിലും വളരെ മിസ്ലീഡിങ് ആയിട്ടാണ് പോകുന്നത് കണ്ടത്. ചിലരൊക്കെ ഞാൻ കണ്ടത് ഞെട്ടിക്കുന്ന ഓഡിയോ ബാലയ്ക്ക് ഇതിലുള്ള പങ്ക് എന്നൊക്കെയാണ്. ഞാനാകെ എന്ത് വിട്ടു, ഇയാൾക്ക് എന്ത് പങ്ക് ഇതിനകത്ത് എന്നുള്ളത് മനസ്സിലായി. ആ രീതിയിലൊക്കെയാണ് ആ സംഗതി വട്ടം കറങ്ങി പോകുന്നത്. സോ എനിക്കെന്തോ തോന്നി അതൊരു അത്ര റൈറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ആ കേസ് തന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി പ്രൈമ സ്റ്റേജിൽ തന്നെ പൊളിച്ച് കൈയടക്കി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പോലീസുകാർ, കുറച്ച് ഓഫീസേഴ്സ് ചേർന്നിട്ട്. പ്രൈമ ഫേസിൽ ഒരു കേസ് അതിൻ്റെ എവിഡൻസുകൾ ഇല്ലാതെ പൊളിഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ വിഷയമാണ്. എന്നിട്ട് പോലും അവരുടെ പാരൻസ്, മിഷേൽ ഷാജിയുടെ പാരൻസ് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളതും. പോലീസുകാരുടെ അകത്തുള്ളത് തന്നെ ഒരുപാട് ആൾക്കാർ ഓഫീസേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ കേസ് ഒരു 7-8 കൊല്ലമായിട്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ എലിസബത്ത് വന്ന് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിനോ ഡോക്ടർക്കോ അങ്ങനെ എന്തോ ഒരാൾക്ക് ഇയാളായിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഇയാൾ ആ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ, മേ ബി അങ്ങനെയുള്ള ആരെങ്കിലും ആ കേസിനെ കുറിച്ച് ഇയാളോട് എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചിട്ടിരിക്കാം. ഇയാളത് ചിലപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് പറയുന്നത് ചിലപ്പോൾ എലിസബത്ത് കേട്ടിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസ് ഓഫീസറോ ഡോക്ടറോ ഇവരുടെ വീട്ടിൽ വന്നിരിക്കാം. അങ്ങനെയൊക്കെ ഇതിനകത്ത് ബന്ധം ഞാൻ കാണുന്നുള്ളൂ പോസിബിലിറ്റി. ഫൈൻ. അല്ലാതെ മിഷേൽ ഷാജിയെ കൊന്ന ആൾ അതേപോലെ വന്നിട്ട് ബാലേനോട് മറ്റേ ഗ്യാങ് കൂടി ബാലയ്ക്ക് അതിൽ ഇൻവോൾവ്മെൻറ്റ് നോ, ഒരിക്കലും ഞാൻ കാണുന്നില്ല. ഫൈൻ. സോ എന്താണെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു ലാസ്റ്റ് വീഡിയോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കൺഫ്യൂഷനല്ല. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ക്ലാരിറ്റി ആ ഒരു കാര്യത്തിൽ എലിസബത്ത് പറഞ്ഞതിൽ. അൺഫോർച്ചുനേറ്റ്ലി എലിസബത്തിന് കുറേ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പറയാൻ പറ്റൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ എലിസബത്തും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം അവരതങ്ങനെ പറഞ്ഞിട്ട് പോയത്. അവരുടെ സംശയമാണ്. ഓക്കെ ഫൈൻ, ലെറ്റ്സ് സീ അടുത്തൊരു വീഡിയോ നോക്കാം എന്താണെന്നുള്ളത്.